ഹലോ നമസ്കാരം എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഓൾ. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡേറ്റയൊക്കെ നോക്കാം. ഇന്ന് കുറച്ച് വൈകിപ്പോയി വീഡിയോ ഇടാൻ വേണ്ടി. ഇവിടെ കാണാം ഗിഫ്റ്റ് നിഫ്റ്റി ഏതാണ്ട് 130 പോയിൻ്റ് പോസിറ്റീവാണ്. ബാക്കി ഡാവും എല്ലാം നല്ല പോസിറ്റീവാണ്. അപ്പോൾ അത് പ്രകാരം ഇപ്പോൾ ഈ സമയത്ത് ഇതെല്ലാം നല്ല പോസിറ്റീവിലാണ്. നമുക്ക് ഇന്നത്തെ ചാർട്ടൊന്ന് നോക്കാം. നിഫ്റ്റിയുടെ നിഫ്റ്റിയുടെ ചാർട്ട് ഇതൊരു കൺസോൾട്ടേഷനാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. ഈ ഗ്യാപ്പ് ഇതുവരെ ഫില്ല് ചെയ്തിട്ടില്ല. മാർക്കറ്റ് ഇങ്ങോട്ട് പോകാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ഏരിയയിൽ ഒരു സെല്ലിൻ്റെ ഒരു സെല്ലർ ഇരിപ്പുണ്ട് അവിടെ. അതായത് ഈ ഒരു ഏരിയയിൽ ഒരു സെല്ലർ ഇരിപ്പുണ്ട്, ഈ ഒരു ഏരിയയിൽ ഒരു ബയ്യർ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ കിടന്നാണ് ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അത് ഇങ്ങനെ പോകുമോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഡേറ്റ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്താണ് ഡേറ്റ പറയുന്നതെന്ന്. അപ്പോൾ ഡേറ്റ പറയുന്നത് ഇതാണ്. ഇന്ന് 15-ാം തീയതി ക്ലയൻസ് ഇന്ന് എക്സിറ്റാണ് ചെയ്തിരിക്കുന്നത്. ഒരു 5000 കോടി രൂപ എക്സിറ്റ് ചെയ്തു, 1400 കോടി രൂപ എൻട്രി എടുത്തു. പിന്നെ അപ്പോൾ നമുക്ക് ഇന്ന് ഇങ്ങനെ ചെയ്യാം, ക്ലയൻസ് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് മറ്റുള്ളവരെ കാണിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ക്ലയൻസ് ഇവിടെ എക്സിറ്റ് അടിച്ചു, കുറച്ച് ഷോർട്ട് എടുത്തു. അപ്പോൾ ക്ലയൻസ് നാളത്തെ തുടക്കത്തിൽ ചെറിയൊരു എന്താണ് ബെയറിഷാണ് ഇൻഡെക്സിൽ. ഇനി ക്ലയൻസ് കോളിൽ എന്താണെന്ന് നോക്കാം. ഇൻഡെക്സ് കോൾ ഓപ്ഷനിൽ ക്ലയൻസിൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബുള്ളിഷാണ്. അവർ ബുള്ളിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു 3 ലക്ഷം ആഡ് ചെയ്തിട്ടുണ്ട്, 1.5 ലക്ഷം കോൾ ഷോർട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രകാരം അവർ ബുള്ളിഷാണ്. ഇനി ലോങ് ഇതിൽ പുട്ട് ആണ്. പുട്ടിൽ അവർ നല്ല 2 ലക്ഷം ലോങ് എടുത്തു, പക്ഷേ ഷോർട്ട് അധികം ചെയ്തിട്ടില്ല. അപ്പോൾ അവർക്ക് പൊതുവെ അവർ ലോങ്ങുമാണ് ഷോർട്ടുമാണ്. ഇവിടെയും അത്രക്ക് വലിയ ലോങ്ങും ഷോർട്ടൊന്നുമല്ല. ഇവിടെയും ഒരു ചെറിയൊരു പേടിയുണ്ട് ഇവർക്ക്, എന്താണ് സംഭവിക്കുന്നത്. അതാണ് നമ്മളിവിടെ റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നാലും അവർ ഇൻഡെക്സിൽ ലോങ് എടുക്കാതെ കോളിൽ ലോങ് എടുക്കുകയും പിന്നെ പുട്ടിൽ ലോങ് എടുക്കുകയും ചെയ്തിട്ട് ഇവർ 2 മൂവ്മെൻറ്റാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് വലിയ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നായിരിക്കും എന്നുള്ളതാണ് ഇവരുടെ പ്രതീക്ഷ. അപ്പോൾ ക്ലയൻറ്റിൻ്റെ നാളത്തെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂവ്മെൻറ്റ് അടിയിലേക്കും മുകളിലേക്കും വേണം എന്നുള്ളതാണ്. നമ്മുടെ FIA എന്താണ് തീരുമാനിക്കണമെന്ന് നോക്കാം. അപ്പോൾ FIA എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം ലോങ് ആഡ് ചെയ്തു, ഒരു 3000 ആഡ് ചെയ്തുള്ളൂ. ബാക്കി ഇവരുടെ ഇപ്പോഴും വലിയൊരു ഷോർട്ട് കവറിങ് ചെയ്യാനുള്ള എല്ലാ കഴിവുള്ള മനുഷ്യന്മാരാണ് FIA. അപ്പോൾ ഷോർട്ട് കവറിങ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ചെയ്തിട്ടുണ്ടാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഷോർട്ട് കവറിങ് നാളെ ചെയ്യില്ല എന്നാണ് ഇത് കാണുന്നത്. കാരണം എന്താണെന്ന് അറിയാമോ? അവർ കോളിൽ ഒരു എൻട്രി ഇല്ല, ലോങ്ങിൽ ഷോർട്ടാണ് എൻട്രി. അപ്പോൾ അവർക്ക് വലിയ ആഗ്രഹമില്ല കോള് കൂടണമെന്നുള്ളൊരാഗ്രഹം നാളത്തേക്ക് അവർ എടുത്തിട്ടില്ല മോർണിംഗിൽ തന്നെ. അതുപോലെ തന്നെ പുട്ടും ഷോർട്ടാണ്. അപ്പോൾ അവർക്ക് വലിയ താല്പര്യവുമില്ല പുട്ടും അധികം തകരണമെന്ന്. അപ്പോൾ ഒരു കൺസോൾട്ടേറ്റഡ് മൂവ്മെൻറ്റാണ് FIA ആഗ്രഹിക്കുന്നത്. നാളെ മോർണിംഗ് ടു ഒരു 2 മണിക്കൂർ അവരൊരു കൺസോൾട്ടേറ്റഡ് മൂവ്മെൻറ്റിന് വേണ്ടിയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ ചെറിയ മൂവ്മെൻറ്റുകളൊക്കെ നാളെ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്തോ ഗിഫ്റ്റ് നിഫ്റ്റിയും പിന്നെ എന്താണ് US ഒക്കെ നല്ല പോസിറ്റീവ് ആണെങ്കിലും ഈ FIA ഡേറ്റ വെച്ചിട്ട് ഞാനത്ര ഇതിലല്ല, ഒരു വലിയൊരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. അടുത്തായിട്ട് പ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സിൽ നിന്ന് കുറേ എക്സിറ്റ് അടിച്ചു. അവർക്ക് ഒരുവിധം അവർ ഇൻഡെക്സിൽ നിന്ന് ഷോർട്ടിൽ നിന്നും ലോങ്ങിൽ നിന്നുമാണ് അവർ എക്സിറ്റ് മാത്രം എടുത്തിട്ടുള്ളൂ. പുതിയ എൻട്രികളൊന്നും അവരുടെ ചിന്തയിലില്ല. പക്ഷേ അവർ കോള് നല്ല രീതിയിൽ അവർ ലോങ് ചെയ്തിട്ടുണ്ട്. ഇതാണ്, അതായത് ഷോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ലോങ് ചെയ്തിട്ടുണ്ട് കോള്. അപ്പോൾ പ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ FIA പോലെ തന്നെ കെൽപ്പുള്ള ടീമുകളാണ്. ഇവരൊരു നല്ല മൂവ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. പുട്ടിൽ അവർ വലുതായിട്ടൊന്നും ചെയ്തില്ല, എൻട്രി അങ്ങനെ ഇല്ല, എക്സിറ്റാണ് പുട്ടിൽ നിന്ന്.
അപ്പോൾ ഇവരുടെ ഒരാഗ്രഹം ഒരു ബുള്ളിഷ് മൂവ്മെൻ്റാണ് പ്രോയിൻ്റെ ആഗ്രഹം. എഫ് ഐയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസോൾട്ടേറ്റഡ് മൂവ്മെൻ്റാണ്. ക്ലയൻറ്റിൻ്റെ ആഗ്രഹം അങ്ങാടും ഇങ്ങാടും ഓടണമെന്നാണ്. അതായത് ഒരു വോളറ്റൈൽ മൂവ്മെൻറ്റ് മുകളിലോട്ടും അടിയിലേക്കും. അപ്പോൾ ഈ ഒരു ഡേറ്റ വെച്ചൊരു കൺക്ലൂഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രോക്ക് ഉള്ള മൂവ്മെൻറ്റ് ഒരു പക്ഷേ രാവിലെ ഒരു 1:30ക്കുള്ളിൽ എല്ലാ സംഭവങ്ങളും നടക്കും, മുകളിലോട്ടായാലും അടിയിലൊക്കെ ആയാലും. അതിന് ശേഷം എവിടെയാണോ മാർക്കറ്റ് തുടങ്ങിയത് അവിടെ തന്നെ അവസാനിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എഫ് ഐ ഐക്ക്. അപ്പോൾ എഫ് ഐ ഐക്കും പൈസ കിട്ടും. ആ രാവിലത്തെ മൂവ്മെൻറ്റിൽ വൺ സൈഡഡ് മൂവ്മെൻറ്റ് എവിടെയാണോ അവിടെ പ്രോക്കും പൈസ കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ നാളെ ഏത് പൈസയാണോ, കോളിൻ്റെ ബൈ പൈസയാണോ അല്ലെങ്കിൽ പുട്ടിൻ്റെ ബൈ പൈസയാണോ പോകുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ കണക്ക് പ്രകാരം ഇത് കൂടുതലായതുകൊണ്ട്, കോളിൽ ഇവരുടെ എൻട്രി കൂടുതലായതുകൊണ്ട് ഈ കോളിൻ്റെ പൈസ പോകാനുള്ള സാധ്യതയാണ് ശരിക്കും ഡേറ്റ കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഓപ്ഷൻ ചെയിൻ ഒന്ന് നോക്കാം. എന്താണ് ഓപ്ഷൻ ചെയിൻ എന്താണ് പറയണതെന്ന്. നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു എക്സ്ട്രോഡിനറി ആയിട്ട് ഒരു എൻട്രി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. എക്സ്ട്രോഡിനറി ആയിട്ട് എക്സിറ്റ് മാത്രമേ ഉള്ളൂ, അങ്ങനെ എൻട്രി ഒന്നും കാണുന്നില്ല. പിന്നെ ഇവിടെ ഒരു 3.60 അതായത് 22,700 ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ച് വളരെ കൂടുതൽ. അപ്പോൾ ഒരു പക്ഷേ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പക്ഷേ ഇത് ഷോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കുറേ ആളുകൾ പുട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബേസിൽ അവർ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി ഇവിടെ എടുത്തതായിരിക്കാം. എങ്ങനെയായാലും ഒരു ഫ്ലാറ്റ് ടു ചെറിയ പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം 21,200 നല്ലൊരു സപ്പോർട്ടും ഉണ്ട്. പിന്നെ എക്സ്പയറി എവിടെ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ക് കൂട്ടിയിട്ട് ശരിക്കും എക്സ്പയറി 21,200 തന്നെ വരണം. എങ്കിലും നമുക്കൊരു മന്ത് എൻഡിലേക്ക് കൂടി ഒന്ന് നോക്കാം. അപ്പോൾ അറിയാൻ പറ്റുമല്ലോ ഇവരെന്താണ് ചെയ്യണേന്ന്. മന്ത് എൻഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, മന്ത് എൻഡിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളത്തെ അവസ്ഥയിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാൻ സാധിക്കുന്നില്ല. അടുത്തൊന്നുമില്ല, ഇതിൻ്റെ അടുത്തൊന്നും അങ്ങനെ ഇതില്ല. അങ്ങനെ 23,000 പിന്നെ 21,500 ഇത് രണ്ടിൻ്റെ ഇടയിലാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ ഈ 21,500 പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നോക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ 23,000 പൊട്ടിയാൽ മാത്രമേ നമുക്ക് അടുത്തത് നോക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ ഇതാണ് ഈ മന്ത് എൻഡിൽ ഇപ്പോഴത്തെ റേഞ്ച് 23,000 23,500 അപ്പോൾ റേഞ്ച് ഒരു എത്രയാണ്, 500 പോയിൻറ്റിൻ്റെ റേഞ്ചാണ് ജനുവരി മന്ത് എൻഡ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പൊട്ടണം. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു മൂവ്മെൻറ്റ് അടിയിലോട്ടും കിട്ടുള്ളൂ. പിന്നെ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് 21,500 പൊട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലോട്ടും കിട്ടുള്ളൂ. അല്ലാണ്ട് വെറുതെ വേറൊന്നും കാണുന്നില്ല മന്ത് എൻഡിൽ. ഇനി എവിടെയെങ്കിലുമൊക്കെ എൻട്രി എടുത്തിട്ടുണ്ടോ എന്ന്, അതായത് എന്തെങ്കിലും ലോങ് എൻട്രിയോ മിഡ് ക്യാപ്പിലോ എന്തിലെങ്കിലുമൊക്കെ നോക്കാം. മിഡ് ക്യാപ്പിൽ ആളുകൾ ലോങ് എടുത്തിട്ടുണ്ട്. ലോങ് അല്ല, ഫ്യൂച്ചറിൽ പൊസിഷനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എക്സിറ്റ് ഇല്ല. അപ്പോൾ മിഡ് ക്യാപ്പിനും അത്ര വലിയ ഇതില്ല, അതായത് ഒരു ബുള്ളിഷ്നെസ് ഞാൻ കാണുന്നില്ല മിഡ് ക്യാപ്പിൽ. ഇനി അടുത്തത് പിന്നെ ഇത്തിരിയൊക്കെ എക്സിറ്റ് ഉണ്ട് ഏതിൽ, നിഫ്റ്റിയിൽ. അപ്പോൾ നിഫ്റ്റിയിൽ ചെറിയൊരു ബുള്ളിഷ്നെസ് നിലനിൽപ്പുണ്ട്. പിന്നെ ബാങ്കിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ നോക്കിയാൽ അത്ര വലിയൊരു സംഭവങ്ങളും ബാങ്കിലും ഇല്ല. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ അങ്ങനെ വലിയ എൻട്രികളോ അങ്ങനെ ഒന്നുമില്ല. ഇനി നമുക്ക് ഇവിടെ നമ്മൾ എങ്ങനെ ട്രേഡ് എടുക്കും, ഞാൻ എങ്ങനെ ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നാളത്തേന്ന് ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രേഡ് എടുക്കുന്നത്
ഇപ്പോൾ ഇവിടെയാണ് മാർക്കറ്റ് തുറക്കുന്നതെങ്കിൽ, ഈ ഏരിയേൻ്റെ ഇടയിലാണ് മാർക്കറ്റ് തുറക്കുന്നതെങ്കിൽ ഞാൻ ഡൗണിലേക്കേ ട്രേഡ് എടുക്കത്തുള്ളൂ. ഇനി ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് തുറക്കുന്നതെങ്കിൽ ഞാൻ അപ്പിലേക്കേ ട്രേഡ് എടുക്കത്തുള്ളൂ. ഇനി ഈ ഏരിയയിലാണ് മാർക്കറ്റ് തുറക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ച് റിവേഴ്സ് വരുമ്പോൾ ഞാൻ ഇവിടം വരെ എടുക്കും, ഇതിനെ ക്രോസ് ചെയ്താൽ. അല്ലാണ്ട് പെട്ടെന്ന് എടുക്കില്ല പുട്ട്. പുട്ടപ്പോൾ രണ്ട് സ്ഥലത്തുണ്ട്. ഒന്ന്, അതായത് പുട്ടെടുക്കാനുള്ള സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ പുട്ട്, ഈ ഒരു ഏരിയ കോള്, പിന്നെ ഫ്ലാറ്റ്, ഈ ഒരു ഏരിയ പുട്ട്. ഇങ്ങനെ 3 സ്ഥലങ്ങളാണ് പുട്ടിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. പുട്ടിൻ്റെ ടാർജറ്റ് 23,100. കോളിൻ്റെ ടാർജറ്റ്, അതായത് ഈ ഒരു ഏരിയയിൽ നിന്നാണ് കോൾ എടുത്ത ടാർജറ്റ്, 21,335. പിന്നെ ഇവിടെ നിന്ന് പുട്ടിൻ്റെ ടാർജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ് കേട്ടോ, ഇതെല്ലാം കോളമായി. അതായത് ഇവിടെയാണ് ഓപ്പണിംഗ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ ആണ് ഓപ്പണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടാർജറ്റ് ഞാൻ ഇത്രയും വെക്കുള്ളൂ, 230 വരെയൊക്കെ വെക്കത്തുള്ളൂ. കാരണം ഇവിടെ നിന്ന് പിന്നെയും തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 60 പോയിൻറ്റിൻ്റെ ഒരു ഇത് വെക്കുന്നുള്ളൂ. പക്ഷേ നിഫ്റ്റി ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ, ഇവിടെ തന്നെ നിന്ന് ഒരു കുറച്ചധികം നേരം നിൽക്കുകയാണെങ്കിൽ, ഒരു 11 മണി വരെയൊക്കെ ഈ ഒരു ഏരിയ തന്നെ കളിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ പരിപാടി നിർത്തും നിഫ്റ്റിയിൽ. കാരണം അത് ആ കൺസോൾട്ടേഷൻ ലാസ്റ്റ് വരെ നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിഫ്റ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എൻ്റെ ഒരു ഇതിൽ, അവസാന സമയത്ത് ഒരു 2 മണി തൊട്ട് ഇതായിരിക്കുള്ളൂ കളികൾ. ഞാൻ വലിയ മൂവ്മെൻറ്റ് 2 PM ശേഷം പ്രതീക്ഷിക്കുന്നില്ല. HOI സെറ്റ് നാളെ ചെയ്യില്ല. ഓക്കെ, ഇത്രയും സംഭവങ്ങളാണ്. അപ്പോൾ ഗുഡ് നൈറ്റ് ഓൾ, ഹാപ്പി ട്രേഡിംഗ് എല്ലാവർക്കും.